ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നുള്ളത് KVR മാരുതി പെരിന്തൽമണ്ണ ഷോറൂമിലാണ്. സാധാരണക്കാരുടെ വാഹനങ്ങളായിട്ടുള്ള മാരുതിയുടെ ബ്രസ, വേഗനാർ, ആൾട്ടോ, സ്വിഫ്റ്റ് തുടങ്ങി എല്ലാ വാഹനങ്ങൾക്കും ഇവിടെ ഓഫർ വാരി കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മലയാള മീഡിയയിൽ നിന്ന് ഒരു പ്രേക്ഷകർ വന്നാൽ ഓണം ഓഫറായിട്ട് ഒരു ഗുഡ്സ് വിളിച്ചു വരേണ്ട അവസ്ഥയാണ് കേട്ടോ. സംശയം ഉണ്ടോ? എന്നാ കാണിച്ചു തരാം. വണ്ടി ഡെലിവറി എടുക്കുന്നവർക്ക് ഷുവർ ആയിട്ടുള്ള ഗിഫ്റ്റുകൾ എന്താ ഈ കിടക്കണൊക്കെ. ട്രോളി ബാഗ്, എയർ ഫ്രയർ, സർപ്രൈസ് ഗിഫ്റ്റുകൾ, സാംസങ് ഗാലക്സിന്റെ ടാബ് തുടങ്ങിയ ഷുവർ ഗിഫ്റ്റുകൾ ഇവിടെ ഉണ്ട്. ഐശ്വര്യ പൊന്നോണം പ്രമാണിച്ച് 5 കോടിയുടെ ഗിഫ്റ്റ് വേറെ ഉണ്ടെന്ന്. പിന്നെ വണ്ടികൾക്കാണെങ്കിലോ ഓഫറിന്റെ പെരുമഴ. ഇതുവരെ നിങ്ങൾ പുതിയ സ്വിഫ്റ്റിന് ഓഫർ എവിടെന്നെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്ന് അവിടെ കൊടുക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വണ്ടിക്ക് 46,000 രൂപയാണ് ഇവിടെ ഓഫറായിട്ട് കൊടുക്കണത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ബ്രസക്ക് ഓഫർ ഇല്ലേന്ന്. 50,000 രൂപയാണ് ഇതിന് ഓഫർ കൊടുക്കുന്നത്. സാധാരണക്കാരുടെ ചെറുവണ്ടികൾക്ക് 1 ലക്ഷം രൂപയാണ് ഇവിടെ ഓഫറായിട്ട്. ഫുൾ വീഡിയോ കണ്ടാൽ കൊള്ളാമെന്നില്ലേ? അയ്യോ, എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഷുഹൈബ് ബ്രോ, മലയാള മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സെയിൽസ് ഒക്കെ നടക്കുന്നില്ലേ? അതെ. ഓക്കെ, നമ്മളെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കോ? പെരിന്തൽമണ്ണ മലപ്പുറം റോഡിലെ തിരൂർക്കാടിലാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് പ്രേഷർ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമ്പറും കാര്യങ്ങളൊക്കെ താഴത്ത് കൊടുക്കുന്നത്. അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓണായിട്ട് നിങ്ങൾ ഒരുപാട് ഓഫറുകൾ വാരി കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. അത് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തൊക്കെ ഓഫറാണ് നമ്മൾ പ്രേഷർക്ക് കൊടുക്കാൻ സാധിക്കും? നമ്മൾ വളരെയധികം ഓഫേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഐശ്വര്യ പൊന്നോണത്തിന്റെ ഭാഗമായി 5 കോടിയുടെ സമ്മാനങ്ങളാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് എയർപോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സാംസങ് ഗാലക്സി ടാബ് വരുന്നുണ്ട്. ട്രോളി എയർ ബാഗ് ആണ്. അതൊക്കെ അഷ്യൂർഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ. ഇവിടുന്ന് ഡെലിവറി എടുത്ത് പോകുന്നവർക്ക് അഷ്യൂർഡ് ആയിട്ട് കിട്ടുന്ന ഗിഫ്റ്റുകളാണല്ലേ. കൂടാതെ 5 കോടി രൂപയുടെ സമ്മാനങ്ങൾ വരെ കൊടുക്കുന്നുണ്ട്. അത് മാത്രം പോരാ, എല്ലാ വാഹനങ്ങൾക്കും എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഓരോ വാഹനത്തിനും മാക്സിമം ഡിസ്കൗണ്ട് ആണ് KVR മാരുതി ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഈ പുതിയത് ഇറങ്ങി 25 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന സ്വിഫ്റ്റ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ. ഈ വണ്ടിക്ക് നിങ്ങൾ ഓഫർ കൊടുക്കുന്നുണ്ട്. 46 രൂപയുടെ ഓഫറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം അറിയണമെങ്കിൽ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടോളി. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഇപ്പോ ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയ സ്വിഫ്റ്റ് തന്നെ പരിചയപ്പെടുത്തി കൊടുക്കാം അല്ലേ? ഓക്കെ, ഒരു മിനി കൂപ്പറിന്റെ ഒരു ഡിസൈൻ ആണ് വരുന്നത് കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ എത്ര കളർ വേരിയന്റ് ഉണ്ട് ഇതിന്? നമുക്ക് 5 കളർ വേരിയൻസ് സിംഗിൾ ടോണിൽ വരുന്നുണ്ട്. ഡുവൽ ടോണിൽ 3 കളർ വേരിയൻസ് ആണ് വരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് 25 കിലോമീറ്റർ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ കൂടി എത്ര നമുക്ക് ഷുവർ ആയിട്ട് പറയാൻ സാധിക്കും? 25 തന്നെയാണ് കമ്പനി അഷ്യൂർഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ വാഹനം ഇറങ്ങിയപ്പോൾ എല്ലാവരുടെയും സംശയമായിരിക്കും, ഇപ്പോൾ 3 സിലിണ്ടർ ആക്കിയല്ലോ മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പവറിൽ എന്തെങ്കിലും വേരിയേഷൻ വരും? പഴയ സ്വിഫ്റ്റ് ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പവറിലൊന്നും വേരിയേഷൻ വരുന്നില്ല. നമുക്ക് Z12 എഞ്ചിനാണ് നമുക്ക് കറന്റ് യൂസ് ചെയ്തിട്ടുള്ളത്. പെർഫോമൻസും കാര്യങ്ങളും കൂടിയ എഞ്ചിനാണ് വരുന്നത്. അത് CCയിലും ചേഞ്ചസ് വന്നിട്ടില്ല. സിലിണ്ടറിൽ ചേഞ്ചസും നമുക്ക് വലിയ അപ്ഗ്രേഡേഷൻ വരുന്നില്ല. പിന്നെ ബോഡി ക്വാളിറ്റി എങ്ങനെ വരുന്നുണ്ട്? ബിൽഡ് ക്വാളിറ്റി ഒക്കെ 25 കിലോഗ്രാംസ് വെയിറ്റ് അഡീഷണലി കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കൂടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, എത്ര വേരിയൻസിൽ ഇപ്പോൾ ഈ വാഹനങ്ങൾ അവൈലബിൾ ആണ് സ്വിഫ്റ്റിന്റെ? നമ്മൾ മാനുവൽ വേരിയൻസിൽ പറഞ്ഞ 5 വേരിയൻസ് വരുന്നുണ്ട്. LXI, VXI ഓപ്ഷണൽ, ZXI പ്ലസ്. ഓക്കെ, ഇപ്പോൾ ഒരു LXI എടുത്തിട്ട് നമുക്ക് ഓൺ റോഡ് ഓഫറൊക്കെ കിഴിച്ചിട്ട് ഏകദേശം എത്ര രൂപ കൊടുക്കാൻ സാധിക്കും? 7,50,000 കൊടുക്കാൻ സാധിക്കൂല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും ഓഫറുകൾ കിട്ടുന്ന ഒരു വാഹനമാണ്. പിന്നെ മൈലേജ് നോക്കുന്നവർക്ക് ഒരു 25 കിലോമീറ്റർ ഷുവർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ വണ്ടിക്ക് ഒരു ഷോറൂമിൽ ഞാൻ ഇതുവരെ ഓഫർ കേട്ടിട്ടില്ല, കൊടുത്തിട്ടില്ല. അപ്പോൾ ഓണം ഓഫറായിട്ട് 46,000 രൂപ നിങ്ങൾ ഓഫർ കൊടുക്കുന്നുണ്ടല്ലേ? അപ്പോൾ നമ്മുടെ മലയാള മീഡിയ പ്രേക്ഷകർ ഈ അവസരം ഒരു പുതിയ വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ ഈ അവസരം തീർച്ചയായിട്ടും ചൂസ് ചെയ്യുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഒരുപാട് ഗിഫ്റ്റുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു SUV സെഗ്മെന്റ് പെടുന്ന ഒരു വാഹനം തന്നെ പരിചയപ്പെടാം. ബ്രസ അല്ലേ? ഓക്കെ, ഒരാൾ SUV എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു വാഹനമാണ് മാരുതി ബ്രസ. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു വാഹനം കൂടെയാണ്. അപ്പോൾ എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ, മാരുതി ബ്രസ ആദ്യം ഡീസലാണ് നിരത്തിൽ ഇറങ്ങിക്കൊണ്ടിരുന്നത്, ഇപ്പൊ പെട്രോൾ മാത്രമല്ല ഇറക്കുന്നത്. അപ്പോൾ ഡീസലിന് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടിയിരുന്നു, മെയിൻ്റെനൻസ് അത്യാവശ്യം കുറഞ്ഞൊരു വാഹനമാണ്. പെട്രോൾ ആകുമ്പോൾ ഏകദേശം എത്ര മൈലേജ് കിട്ടും? കൂടാതെ മെയിൻ്റെനൻസ് കോസ്റ്റിലൊക്കെ എന്താണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞു കൊടുക്കുമോ? നമുക്ക് കറന്റ് വരുന്നത് 50 to 20 വരെ നമുക്ക് മൈലേജ് റോഡിന് വരിച്ച് നമുക്ക് വരുന്നുണ്ട്. പെട്രോളിൽ വരുന്നുണ്ട്. പിന്നെ മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ ചീപ്പ് റേറ്റിലായിട്ട് കുറയാണ്. കോസ്റ്റ് ആണ് വരുന്നത് പെട്രോൾ വേരിയന്റ്. ബിൽഡ് ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ? ബിൽഡ് ക്വാളിറ്റി ഒന്നുകൂടി പവർഫുൾ ആയിട്ടാണ് ബോഡി ബിൽഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി, മൈലേജ്, മെയിൻ്റെനൻസ് കോസ്റ്റ് കുറഞ്ഞൊരു വാഹനം നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഏകദേശം എത്ര പ്രൈസ് റേഞ്ച് മുതലാണ് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്? 9,90,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഓൺ റോഡ് പ്രൈസ്. ഓക്കെ,
ഓൺ റോഡ് പ്രൈസിൽ 9,90,000 രൂപ മുതൽ 17 ലക്ഷം വരെ ഓട്ടോമാറ്റിക് വേരിയന്റിൽ വരുന്നുണ്ട്. ഈ ഒരു വാഹനം അത്യാവശ്യം കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ഇത് ഏതാണ് വേരിയന്റ്? VXI സെക്കൻഡ് ഓപ്ഷൻ വേരിയന്റ് ആണ് വരുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഓക്കെ, ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കമ്പനി കൊടുക്കണ്ടേ? നമുക്ക് സ്ക്രീൻ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ സ്ക്രീൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ വോയിസ് കൺട്രോൾ, സ്റ്റിയറിംഗ് കൂടി കൺട്രോൾ വരുന്നുണ്ട്. സീറ്റ് അഡ്ജസ്റ്റർ വരുന്നുണ്ട്. ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റ് സീറ്റിൽ വരുന്നുണ്ട്. മിറർ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ VXI സെക്കൻഡ് വേരിയന്റിൽ തന്നെ ഈ 3 ഫീച്ചേഴ്സ് കൊടുക്കുന്ന ഒരു വാഹനമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു സാധാരണക്കാരന്റെ SUV നമുക്ക് അവകാശം. ഈ വാഹനത്തിന് എത്രയാണ് ഓഫർ നമ്മൾ കൊടുക്കുക? 50,000 രൂപ ഓഫർ വരുന്നുണ്ട്. കറന്റ് 50,000 രൂപ 50,000 SUVക്ക് ഓഫർ കൊടുക്കുന്നത്. ഗൈസ്, ഈ അവസരം ആരും മിസ് ചെയ്യരുത്. 50,000 രൂപയ്ക്കാണ് ബ്രസ്സൊക്കെ ഓഫർ കൊടുക്കണേ അല്ലേ? ഇനി നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ നമ്പർ ഉണ്ട്, പെട്ടെന്ന് വിളിച്ചോണി. മാക്സിമം ലോൺ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായും ചെയ്ത് കൊടുക്കാം. പിന്നെ പെട്ടെന്ന് ഡെലിവറി കൊടുക്കാൻ പറ്റും നമ്മുടെ പ്രേക്ഷകർക്ക്? തീർച്ചയായും ഡെലിവറി ചെയ്യാം. ലോൺ നോക്കുന്നവർക്ക് ലോൺ പാസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വണ്ടി പെട്ടെന്ന് ഡെലിവറി എടുക്കാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് വാഗണർ പരിചയപ്പെടാം. ഓക്കെ, മൈലേജ് മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവുള്ള അത്യാവശ്യം പവർഫുൾ ഉള്ള ഒരു വാഹനമാണ് വാഗണർ. എപ്പോഴും നമ്മൾ ജനപ്രിയ വാഹനമാണ്, ഒരു സാധാരണക്കാരൻ്റെ ഒരു വാഹനം കൂടിയാണ് കേട്ടോ. ഈ ടൈം മുതൽ ഇന്ന് വരെ മാർക്കറ്റിൽ പിടിച്ചു നിന്നൊരു വാഹനമാണ് കേട്ടോ. ഏത് വാഹനങ്ങൾ ഇറങ്ങിയാലും ഇതിൻ്റെ ഒരു വാല്യൂ അത് നഷ്ടപ്പെടില്ല. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വാഹനം കൂടിയാണ്. ഓക്കെ, ഈ വാഹനത്തിന് എത്ര വേരിയന്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്? നമുക്ക് 1000 cc LXI VXI വേരിയന്റ്സ് ആണ് വരുന്നത്. ZXI പ്ലസ് വേരിയന്റ്സ് വരുന്നത് 1200 cc. ഏതായിരുന്നു വേരിയന്റ്? VXI. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്? നമുക്ക് ബോഡി കളർഡ് മിറർ ആണ് VXI വരുന്നത്. ബെസ്റ്റ് സീറ്റിംഗ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളും വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം ആയിട്ട് നമുക്ക് വരുന്നത് 4 ഡോർ പവർ വിൻഡോ ഡോക്ക് സിസ്റ്റം ആണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ VXI തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വേരിയന്റിനൊക്കെ ഇറക്കുകയാണെങ്കിൽ എത്ര രൂപയാവും ഓൺ റോഡ് പ്രൈസ്? 7 lakh റേഞ്ചിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. 7 ലക്ഷം രൂപന്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു വാഹനം. നിങ്ങൾ പറഞ്ഞു 7 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന്. ഓൺ ഓഫർ എന്തുണ്ട്? 73,000 രൂപ ഓഫർ വരുന്നുണ്ട്. 73,000 രൂപ ഓഫർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓഫർ കഴിച്ചാൽ നമുക്ക് എത്ര രൂപയ്ക്ക് വാഹനം? 6,20,000 രൂപ റേഞ്ചിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. പുത്തൻ പുതിയ വാഹനം, സെക്കൻഡ് ഹാൻഡ് ഒരു വാഗണർ സ്വന്തമാക്കുന്ന പ്രൈസിൽ പുതിയ വാഹനം ഡെലിവറി എടുത്ത് പോവാം, യാതൊരു ടെൻഷനും ഇല്ലാതെ അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ ചെറുവണ്ടി നോക്കുന്നവർക്ക് ഓൾട്ടോ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ലേ? ചെറിയ മെയിൻ്റെനൻസ് ഉള്ളൂ, ചെറിയ ഫാമിലി ലേഡീസിനൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. ഇതിനൊക്കെ എത്ര ഓഫർ കൊടുക്കാം? 88,000 രൂപ നമുക്ക് കറന്റ് ഓഫർ വരുന്നുണ്ട്. 88,000 രൂപ കൊടുക്കാം. അപ്പൊ എക്സ്പ്രസോക്കോ മൈക്രോ SUVക്ക് 73,000 രൂപ ഓഫർ വരുന്നുണ്ട്. 73,000 ഈ വാഹനത്തിന് ഓഫർ കൊടുക്കാം. അപ്പൊ നമുക്ക് സെലേറിയോ 73,000 രൂപ റേഞ്ച് ഓഫർ, ഇതിനും 73,000 രൂപ കൊടുക്കാം. അപ്പൊ ഈ ഒരു ഓണം നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണ് മാരുതി KVR ഇത്രയും ഓഫർ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പൊ ഈ ഒരു അവസരം ആരും തന്നെ മിസ് ചെയ്യരുത്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. താൽക്കാലികമായിട്ട് ഇന്നത്തേക്ക് വിട പറയുകയാണ്. അപ്പൊ അടുത്തൊരു ത്രില്ലർ എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ.